കണ്ണുകൾക്ക് കുളിർമ പകർന്ന കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന കൃഷിയിടം, പൂർണ്ണ ആരോഗ്യത്തോടെ നിൽക്കുന്ന വിവിധ ഇനത്തിൽപ്പെട്ട വാഴകൾ, പാരമ്പര്യമായി കൈമാറി വന്ന കാർഷിക വൃത്തി ഇപ്പോഴും നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന വിഷ്ണു ഭാസ്കരൻ എന്ന MBA-കാരൻ്റെ കഠിനാധ്വാനത്തിൻ്റെ കഥയാണ് ഈ മണ്ണിന് പറയുവാനുള്ളത്. അച്ഛനും മുത്തച്ഛനുമടങ്ങുന്ന കർഷക കുടുംബത്തിലെ അംഗമായ വിഷ്ണു ഭാസ്കരൻ തൻ്റെ കൃഷിയിടത്തിലൂടെ നൂറുമേനിയാണ് വിളയിക്കുന്നത്. പുനലൂർ താമരപ്പള്ളി വാർഡിലെ കലേനാട് കൂത്തനാടിയിൽ ഞാറക്കാട്ടിൽ വിഷ്ണു ഭാസ്കരനാണ് പ്രവാസ ജീവിതം വരെ അവസാനിപ്പിച്ച് വീണ്ടും താൻ സ്നേഹിക്കുന്ന മണ്ണിലേക്ക് ഇറങ്ങിയത്. കൃഷിയെ സ്നേഹിക്കുന്ന വിഷ്ണുവിനെ മണ്ണും കൈവിട്ടില്ല. അതിനുള്ള തെളിവാണ് ഈ ഭൂമിയിൽ ഏക്കർ കണക്കിന് തലയുയർത്തി നിൽക്കുന്ന വാഴകൾ. ഏറെ നാളത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചാണ് വിഷ്ണു വീണ്ടും കാർഷിക വൃത്തിയിലേക്ക് എത്തിയത്. ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം പിതാവ് ഭാസ്കരന് കാർഷിക പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാതെ വന്നതോടെ മകൻ കൃഷിയിലേക്ക് എത്തുകയായിരുന്നു. നിലവിൽ ഏരൂർ ഓയിൽ പാം ലിമിറ്റഡിൻ്റെ വിളക്കുപാറ ഫാക്ടറിയിലെ വെയിങ് ബ്രിഡ്ജ് ഓപ്പറേറ്ററാണ് വിഷ്ണു. തൻ്റെ കൃഷിയിടത്തിൽ ആയിരക്കണക്കിന് വാഴകളാണ് ഈ യുവകർഷകൻ നട്ടുപരിപാലിക്കുന്നത്. ഇതിൽ 800-ലധികം ഏത്തൻ മാത്രമായുണ്ട്. ഇതിനു പുറമെ റോബസ്റ്റ, പൂവൻ, ഞാലിപ്പൂവൻ തുടങ്ങി എല്ലാ ഇനങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. വിദേശത്തേക്ക് പോകുന്നതിന് മുൻപായി മത്സ്യകൃഷിയും നടത്തിയിരുന്നു. നാട്ടിലേക്ക് മടങ്ങിയെത്തിയ ശേഷവും മത്സ്യകൃഷിയടക്കം വീണ്ടും സജീവമാക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് വിഷ്ണു. മാതാവ് വത്സലയും മകന് പിന്തുണയുമായി കാർഷിക രംഗത്തുണ്ട്. പുനലൂർ കൃഷിഭവൻ്റെയും കർഷക കൂട്ടായ്മകളുടെയും പരിചയസമ്പന്നരായ കർഷകരുടെയും പിന്തുണ പ്രവർത്തനങ്ങൾക്കുണ്ടെന്ന് വിഷ്ണു ഭാസ്കരൻ പറയുന്നു. എൻ്റെ പേര് വിഷ്ണു. ഞാൻ പുനലൂർ കലേനാട് പ്രദേശത്ത് ആണ് താമസിക്കുന്നത്. ഞാൻ പിന്നെ മെയിനായിട്ടും MBA കഴിഞ്ഞതിന് ശേഷം കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് തന്നെ കഴിഞ്ഞ 1 വർഷമായിട്ട് വാഴക്കൃഷിയിലേക്ക് വന്നു. ഞാനിപ്പം നിലവിൽ ഒരു കോൺട്രാക്റ്റ് ബേസിൽ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് കമ്പനിയിലെ വെയിങ് ബ്രിഡ്ജ് ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. കൂടെ തന്നെ ഒഴിവ് സമയങ്ങളിൽ തീർച്ചയായിട്ടും വാഴ നോക്കി നടത്തുന്നുണ്ട്. അപ്പം മെയിനായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത് 1000 മൂടോളം വാഴകളാണ്. ഏകദേശം 1.5 ഏക്കർ സ്ഥലത്താണ് ഞാൻ കൃഷി ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ട് ഉള്ള വളങ്ങളും പരിചരണങ്ങളെല്ലാം സമയത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. ഒഴിവ് സമയങ്ങളിൽ മാക്സിമം ഈ വാഴകളോടൊപ്പമാണ് മെയിനായിട്ട് ഇവിടെ തന്നെയാണ് പല രീതികളിൽ പ്രവർത്തിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഇതിനകത്ത് ഏകദേശം ഒരു 800 മൂടോളം ഏത്തവാഴയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ റോബസ്റ്റ, കപ്പവാഴ, പൂവൻ, ഞാലിപ്പൂവൻ എന്നിങ്ങനെയുള്ള വിവിധ ഇനം വാഴകളും കൂടെ ഇതിനോടൊപ്പം തന്നെ വെച്ചിട്ടുണ്ട്. ഓണത്തേക്കൊരു മാർക്കറ്റാണ് പ്രതീക്ഷ, പക്ഷേ കുറച്ച് ലേറ്റായിപ്പോയി. തീർച്ചയായിട്ടും ഇത് ഏകദേശം ഒരു ഒക്ടോബർ നവംബറിലേക്ക് എനിക്ക് ഇതിൻ്റെ വിളവെടുക്കാൻ സാധിക്കും. ഇത്രയാണ് മെയിനായിട്ടും. അതിനോടൊപ്പം തന്നെ ഞാൻ മീൻ കൃഷിയും കൂടെ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. സിമെൻറ്റിൻ്റെ 3 ടാങ്കിൽ ഞാൻ നട്ടർ, തിലാപ്പിയ എന്നിങ്ങനെ ഉള്ള 2 ഇനങ്ങൾ മീനുകൾ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് വീണ്ടും ചെയ്യണമെന്നുള്ളൊരു താല്പര്യത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ പ്രധാനമായിട്ടും ഇവിടെ ഉള്ള കൃഷി വിശേഷങ്ങൾ. എനിക്ക് പ്രധാനമായിട്ടും നമ്മുടെ കലേനാട് കൃഷിഭവൻ്റെ ഒരു സഹായം ലഭിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അടുത്തുള്ള പരിസര പ്രദേശങ്ങളിലുള്ള കർഷകരുടെ ഒരു എക്സ്പീരിയൻസ്, അവരുടെ ഒരു അനുഭവം വഴിയാണ് ഇതിൻ്റെ വളപ്രയോഗങ്ങളെല്ലാം ഞാൻ നടത്തി വരുന്നത്. ഇതിപ്പോൾ ഈ കാണുന്നത് ഏകദേശം 5 മാസത്തോളം പ്രായമായിരിക്കുന്നു. ഇതിപ്പോൾ ഏകദേശം പലതും നമുക്ക് കൊല വീണ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ പ്രധാനമായിട്ടും ഇവിടെ ഉള്ള. ഇത് കൂടുതൽ ഏത്തനാണ്. ഏത്തന ഏകദേശം 800 മൂടോളം ഇവിടെയുണ്ട്. 800 മൂടോളം ഉണ്ട്. കൂടുതലും ഏത്തനിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും പെട്ടെന്ന് വിളവ് ലഭിക്കുന്ന രീതിയിലേക്ക്. ഏത്തന് ഏകദേശം ഇതിപ്പോൾ നമുക്കൊരു 8 മാസം ആകുമ്പോഴത്തേനും വിളവെടുത്ത് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് നമ്മൾ കലേനാട് വിപണി വഴി മാർക്കറ്റ് ചെയ്യാനാണ് കൂടുതലും നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹോൾസെയിലായിട്ട് ഉണ്ടെങ്കിൽ അങ്ങനെയും പോകുന്നുണ്ട്. പിന്നെ ഏത്തനിലേക്ക് കൂടുതൽ വന്ന കാര്യം പെട്ടെന്നുള്ള
വിപണന മാർഗ്ഗമാണ്. ഏത്തലിനാണ് കൂടുതലും ഡിമാൻഡുകൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത്. അതാണ് മെയിനായിട്ട് ഇതിലേക്ക് വന്നത്. പന്നിശല്യം ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് നല്ല രീതിയിൽ പന്നിശല്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഈ ഫെൻസിങ് മാർഗ്ഗം ഈ പച്ച നെറ്റ് ഇവിടെ കിട്ടിയത്. അപ്പോൾ ഏകദേശം 100 വാഴയോളം എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ പന്നി ശല്യം കൊണ്ട് നശിച്ചു പോയി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ മാർഗ്ഗങ്ങൾ ഈ വേലി മാർഗ്ഗങ്ങൾ പിന്നെ സ്വീകരിച്ചു തുടങ്ങിയത്. വീട്ടിൽ അമ്മയുടെ സഹായമുണ്ട്, അനിയത്തിയുടെ സഹായമുണ്ട്. അവരെല്ലാം ഒഴിവ് സമയങ്ങളിൽ തീർച്ചയായിട്ടും ഇതിനോടൊപ്പം തന്നെ നമ്മളോടൊപ്പം തന്നെ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അല്ല പരോട്ടത്ത് അവിടെ പിന്നെ എല്ലാ കൃഷിയുണ്ട്, എല്ലാം നട്ടിട്ടുണ്ട്. വർഗ്ഗങ്ങളെല്ലാം ഇഞ്ചി, മഞ്ഞൾ, പപ്പായ, ठीक है। ഇത് റബ്ബർ കിടന്ന സ്ഥലമാണ്, നമ്മുടെ സ്വന്തം സ്ഥലമാണ്. പിന്നെ അങ്ങനെയാണ് മോന് കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് മോന് കൃഷിക്ക് ഇറങ്ങിയത്. ഞങ്ങളുടെ എല്ലാവിധമായ സപ്പോർട്ടും ഉണ്ട്. ഇതിൽ തന്നെ അവന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവന് താല്പര്യം. ഇത് കഴിഞ്ഞാൽ വീണ്ടും ഇതിൽ തന്നെ കൃഷി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.